നടക്കില്ലല്ലേ? നടക്കാതെ പിന്നെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ എഴുതാറുള്ളൂ. അപ്പോഴേ മാർച്ച് 9-ാം തീയതി അതായത് നാളെ സൂപ്പർ നോട്സിലെ RRB ഗ്രൂപ്പ് ഡിയുടെ അഗ്നി ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. മകളെ, PSC പഠനത്തോടൊപ്പം തന്നെ ഒരു കേന്ദ്ര സർക്കാർ ജോലി നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരങ്ങളിലൊന്നാണ് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി പരീക്ഷ. അതായത് നിങ്ങൾ PSCക്ക് പഠിക്കുന്ന ഓൾമോസ്റ്റ് സിമിലർ സിലബസും ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരുന്ന ഒരു എഫേർട്ടും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ റെയിൽവേയുടെ ഈ ഒരു ഗ്രൂപ്പ് ഡി പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി നാളെയാണ്. നാളെ തന്നെയാണ് നമ്മുടെ ഈ ഒരു റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ള അഗ്നി ബാച്ചും ആരംഭിക്കുന്നത്. ഇനി എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ കാരണം, ഏതൊരു കേന്ദ്ര സർക്കാർ ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെക്കാളും ഒരുപാട് മുന്നിലാണ് ഒരു PSC ഉദ്യോഗാർത്ഥി ഒരു കേന്ദ്ര സർക്കാർ ജോലിക്ക് തയ്യാറെടുക്കുമ്പോൾ. കാരണം നിങ്ങൾ മറ്റുള്ളവരെക്കാൾ കൃത്യമായിട്ട് കറണ്ട് അഫെയർ ഫോളോ ചെയ്യുന്നവരാണ്, മറ്റുള്ളവരെക്കാൾ GKയിൽ നല്ല അറിവുള്ള ആളുകളാണ് തുടങ്ങിയ ഒരുപാട് അഡ്വാൻറ്റേജ് നിങ്ങൾ ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ലഭിക്കും. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്തായാലും ഇതുപോലുള്ള റെയിൽവേയിലും അതുപോലെ SSCയിലൊക്കെ വരുന്ന കേന്ദ്ര സർക്കാർ ജോലികൾക്ക് കൂടി തയ്യാറെടുത്തിരിക്കണം. ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSC പോലെ റാങ്ക് ലിസ്റ്റിൽ വന്ന് ഒരുപാട് കാലങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം 1 വർഷമാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അതായത് 1 വർഷത്തിനകം നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കയ്യിൽ കിട്ടിയിരിക്കും. കേന്ദ്ര സർക്കാർ ജോലികളുടെ പ്രധാന പ്രത്യേകതകൾ അത് തന്നെയാണ്. അപ്പൊ ജീവിതത്തിലെ ഇതുപോലുള്ള അവസരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മുതലാക്കണം. അപ്പൊ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ PSC പഠനത്തെ അപേക്ഷിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ മാറ്റേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നൽകുന്ന രീതിയിലാണ് നമ്മൾ സൂപ്പർ നോട്ട്സിന്റെ അടിപൊളി ഒരു അഗ്നി ബാച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു അഗ്നി ബാച്ചിന്റെ പ്രത്യേകതകൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തേത് പ്രയോറിറ്റി ടോപ്പിക്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് തരാൻ പോകുക. ഇപ്പൊ ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഡിയുടെ സിലബസ് എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, വലിയൊരു സിലബസ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇതിന്റെ പകുതി പോലും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകളുടെ ക്ലാസ്സുകളും നോട്ടുകളും മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രയോറിറ്റി ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ ഒരു ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരുപാട് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം സിലബസിലെ ഓരോ ടോപ്പിക്കിന്റെയും ക്ലാസ്സുകൾ അവർ തന്നു എന്ന് അവർക്ക് ഉറപ്പിച്ചാൽ മതി. അതല്ലാതെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയേണ്ട ആവശ്യമില്ല. ഇതൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ ബാച്ച് അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾക്ക് ഒരു ആഴ്ച തുടങ്ങുന്നതിന് മുന്നേ കൃത്യമായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് തരും. അതായത് പ്രയോറിറ്റി ടോപ്പിക്സ് മാത്രമുള്ള സ്റ്റഡി പ്ലാൻ. ഈ സ്റ്റഡി പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ദിവസവും എത്ര ക്ലാസ്സുകൾ നിങ്ങൾ കാണണം, എത്ര നോട്ടുകൾ നിങ്ങൾ വായിക്കണം, എത്ര മോക്ക് ടെസ്റ്റുകൾ എടുക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും ഇത്. ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ചാണ് ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. അപ്പൊ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും, കൂടാതെ ഇതനുസരിച്ച് നമ്മളൊരു റിവിഷൻ പ്ലാനും സെറ്റ് ചെയ്തായിരിക്കും. അപ്പൊ സ്റ്റഡി പ്ലാൻ കിട്ടിയോണ്ട് മാത്രം കാര്യമുണ്ടോ? പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ ചെയ്തില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ പക്കയായിട്ട് നിങ്ങൾ എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു റിവിഷൻ പ്ലാനും ഈ ഒരു ബാച്ചിനോടൊപ്പം ഉണ്ടാവും. അപ്പൊ ചുമ്മാ നിങ്ങൾക്ക് വെറുതെ ക്ലാസ് കണ്ടിട്ട് പോകാം എന്ന ധാരണയിലാണെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഒരു കാര്യമില്ല. കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള സാധനം നമ്മൾ ചാർട്ട് ചെയ്ത് തരും. അത് ഫോളോ ചെയ്താൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാം നിങ്ങൾ ക്രാക്ക് ആയിരിക്കും. അപ്പൊ റിവിഷൻ പ്ലാൻ ഉണ്ടാവും, കൂടാതെ നിങ്ങൾക്ക് ഒരു റിവിഷൻ ഷീറ്റും അതിനോടൊപ്പം തരും. അതായത് ആ റിവിഷൻ ഷീറ്റിൽ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കുകൾ എത്ര തവണ റിവൈസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തന്നെ മാർക്ക് ചെയ്ത് പോകാം. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഈ ഒരു അഗ്നി ബാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കുക. അതേപോലെ തന്നെ ഈ നമ്മുടെ പ്രിന്റബിൾ PDF നോട്ട്സ് പലയിടങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് PPT തന്നിട്ടായിരിക്കും ആ ഒരു നോട്ട്, എങ്ങനെയാണോ PPT അത് തന്നെയായിരിക്കും നിങ്ങളുടെ നോട്ട്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ വെച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രിന്റബിൾ PDF നോട്ട്സ് ആണ്. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ വീക്ക്ലി മെന്റർഷിപ്പ് സെഷൻസ്, നമുക്ക് പഠിച്ചാൽ മാത്രം പോരാ, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ മെന്റലി ബാക്കിലാണെങ്കിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അമൽ സാറിന്റെ വീക്ക്ലി മെന്റർഷിപ്പ് സെഷൻസും അവൈലബിൾ ആയിരിക്കും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യണം. മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോയാൽ മാത്രമേ നമ്മുടെ സ്പീഡും കൂടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ പുതിയ പുതിയ ചോദ്യങ്ങളുമായിട്ട് പരിചയപ്പെടും. ആൻഡ് ഓരോ ആൻസറും നമ്മൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫ്രീ
മോക്ക് ടെസ്റ്റും ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം ടോപ്പിക്സ്, പ്രയോറിറ്റി ടോപ്പിക്സ് നിങ്ങൾ ഫെമിലിയർ ആകുക. എക്സാമിന് പോകുന്ന സമയത്ത് പെട്ടെന്ന് സ്പീഡിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫ്രീ മോക്ക് ടെസ്റ്റും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഗ്രൂപ്പ് ഡി പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എന്നാണെങ്കിൽ ഫ്രീ മെന്റർഷിപ്പ് സൂപ്പർ നോട്ട്സിന്റെ അവൈലബിൾ ആണ്. അതിന് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ 8281223366 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പൊ മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ ഒരു ജോലിയിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് എപ്പോഴും പഠിക്കരുത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതാണ്. അപ്പൊ ഈ അറിവുകളെല്ലാം ഒരുപാട് പരീക്ഷകൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അറിവുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക, നമ്മുടെ മുന്നിൽ വരുന്ന അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. എങ്കിൽ നമുക്ക് ഈ ഒരു പരീക്ഷ, അതായത് ഒരു ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും. അത് കേരള സർക്കാർ ജോലി ആയിക്കോട്ടെ, കേന്ദ്ര സർക്കാർ ജോലി ആയിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു സർക്കാർ ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിന് ഏറ്റവും നല്ല അവസരങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷ. ഇത് മറക്കണ്ട, ഇത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മാർച്ച് 9 തീയതിയാണ്. അപ്പൊ ആരും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നമ്മൾ ഈ ഒരു ബാച്ച് ആരംഭിക്കുന്നതും മാർച്ച് 9 തീയതി തന്നെയാണ്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇന്ന് മാർച്ച് 8 വിമൻസ് ഡേ ആണ്. അപ്പൊ വിമൻസ് ഡേ പ്രമാണിച്ച് നമ്മുടെ എല്ലാ SSC RRB കോഴ്സുകൾക്കും 20% ഓഫ് ഉണ്ട്. നിങ്ങൾക്ക് വിമൻ 20 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നമ്മുടെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് മെസ്സേജോ കോളോ നിങ്ങൾക്ക് ചെയ്യാം. ആൻഡ് 20% ഓഫോട് കൂടി നിങ്ങളുടെ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇന്നും നാളെയും കൂടി ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടിരിക്കുള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ ഈ ഒരു 20% ഓഫില് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ബാച്ച് പർച്ചേസ് ചെയ്യാം. അല്ല, വുമൻസിന് മാത്രമേ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ? അല്ല, മെൻസിനും വിമൻസ് ഡേ പ്രമാണിച്ച് മെൻസിനും ഓഫർ ഉണ്ട്. അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. വീണ്ടും നമ്മൾ പുതിയ വീഡിയോസുമായിട്ട് വരും. താങ്ക് യു സോ മച്ച്.